എന്തുവാടേ റിങ്കി, എനിക്കിങ്ങനെ ഓടാൻ പറ്റൂല. മര്യാദക്ക് കളിക്കൊന്ന്. എവിടെ അടിക്കണേടേ നീ? നിനക്ക് അടിക്കാറോട് ഞാനിപ്പോ എന്തോ ഇത്. ഓഹോ, അടിയടി. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് ആരെങ്കി കളി പിങ്കി. റിങ്കി, ഞാൻ ഒന്നാമത് ഇന്ന് ഫോമിലല്ല റിങ്കി, അതുകൊണ്ടാണ്. എടി, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും നീ എന്നെ ഒന്ന് ഫോമായിട്ട് കാണാൻ പറ്റുമോ? കളി. നീ കൂടുതൽ പുച്ഛിക്കാനൊന്നും വേണ്ട കേട്ടല്ലോ. നീ എന്റെ തരത്തിൽ കളിക്കാറായിട്ടില്ല. ആ, നിന്റെ തരത്തിൽ കളിക്കാർ ഒട്ടും ആയിട്ടില്ല ഞാൻ. അമ്മാതെ തരമാണല്ലോ നീ. എന്തൊരു അഹങ്കാരോടി നിനക്ക്. എടി, നിനക്കേ നിന്റെ കൂടെ ഇവിടെ ഒറ്റ മനുഷ്യരും കളിക്കാനില്ല. നീ ഇങ്ങനെ അയ്യോ ആരും എന്റെ കൂടെ കളിക്കാനില്ലേന്ന് പറഞ്ഞോണ്ട് എന്റെ ബാറ്റും പിടിച്ച് മുകളിലോട്ട് അന്തം വിട്ട് കുന്തം വഴുകി നിന്നപ്പം പാവമല്ലേന്ന് വിചാരിച്ച് നിന്റെ കൂടെ കളിക്കാൻ വന്നപ്പം നിനക്ക് അഹങ്കാരം അല്ലേടി? അയ്യോടി, എന്റെ മക്കൾക്ക് സങ്കടമായാ ഞാൻ പറഞ്ഞത്? എനിക്ക് സങ്കടമൊന്നും ആയില്ല. പിന്നെ സങ്കടമാവാ. പിന്നെ റിങ്കി, നീ ഒന്ന് പോയാണ്. ഞാൻ ഇനി ഈ കളിക്കും നിന്റെ കൂടെ ഇനി കളിക്കില്ല. ഇത്ര അഹങ്കാരിയുടെ കളിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഇതെന്റെ രാജ്യക്കാർ. ഞാൻ കളിയിൽ വിരമിച്ച് ഞാൻ പോകണം. മര്യാദയ്ക്ക് ഒന്ന് കളി. എനിക്കങ്ങ് വയ്യ കളിക്കാൻ. വന്ന് കളി. ഈ അച്ഛനാണ് ഇവള് ഇല്ലാണ്ടാക്കുന്ന സത്യം. ഇനി ഉടനെ അച്ഛനെ പറ. നീ എന്നെ പുച്ഛിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ കളിക്കും. ഒരു കാര്യം ചെയ്യാം. ഇത് കളിക്കാനല്ലേ നിനക്ക് വയ്യാതെ ഉള്ളൂ. നമുക്ക് ഫുട്ബോളോ പിന്നെ വോളിബോളോ എന്തെങ്കിലും കളിച്ചാലോ? അതിന് ബോൾ വേണ്ടേ? ബോളല്ലേ എന്റെ ഫ്രണ്ട് നിൽക്കുന്നേ. എന്നെ ബോളെന്നല്ലേ? അതെ അതെ. ബോഡി ഷേമിങ് ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ ശരീരത്തെ പറ്റി പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. കാരണം നിനക്ക് ഈ ഇടയായിട്ട് കുറച്ച് ഇച്ചിരി കൂടുതലായിട്ട് വരാണ്. ഞാൻ അച്ഛൻ്റെ അമ്മ എടുത്ത് പറയും. എടി, ഞാൻ അറിയാതെ പറഞ്ഞതല്ലല്ലോ, അറിഞ്ഞോണ്ട് പറഞ്ഞല്ലേ. പിന്നെ ഒന്ന് ക്ഷമി. റിങ്കി, കൂടി വരണുണ്ട് നിനക്ക്. ആണോ? കൂടി വരണോ? നീ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ, നീ എന്തിനാ അച്ഛനും അമ്മയൊക്കെ വിളിക്കണേ? ഞാൻ പറഞ്ഞു കൊടുക്കും അവരടുത്ത്. നീ ഇങ്ങനെ കളിയാക്കി. നീ പറഞ്ഞു കൊടുക്കും. പൊടി മുരിങ്ങാക്കോലെ. മുരിങ്ങാക്കോലെ. ഇത് ബോഡി ഷേമിങ് അല്ലേ? അല്ലേ? അത് ബോഡി ഷേമിങ് ഒന്നുമല്ല. അതിന്റെ ഇരട്ട പേരല്ലേ? ഇരട്ട പേരാ? അപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് എന്ത് പേരാണ്? നിന്റെ ഇരട്ട പേരല്ലേ? എന്റെ ഇരട്ട പേരൊന്നുമല്ല. ആണ്. ഇനി വേണമെങ്കിൽ നീ പോയിച്ചെന്ന് പറഞ്ഞോടി. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. പോടി, നീ കളിക്കാൻ വരണ്ട. നിന്നെ വേണോന്നില്ല. പോ. വേണ്ട, ഞാൻ പോണം. വല്ലമണി, ഈ ശ്രീഹരിക്ക് ശരിക്കും നിന്നെ കെട്ടുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നല്ലേ? പിന്നെ അപ്പൊ അയാൾക്കിപ്പം ഭയങ്കര വിഷമമായിരിക്കുമല്ലോ കെട്ടാത്തതില്. ഹരിയേട്ടന് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നാണ് വിചാരിച്ചിരുന്നത്. സത്യമായിട്ടും ഞങ്ങളോട് നേരിട്ടൊന്നും പറയൂലെങ്കിൽ അങ്ങനെ അടക്കം പറയുമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അച്ഛൻ പറയും അങ്ങനെ ബന്ധത്തിലൊരു കല്യാണമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിലപാടിലായിരുന്നു അച്ഛൻ. പക്ഷെ അപ്പച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അയ്യോ, അപ്പച്ചിക്ക് എന്നെ കൊണ്ട് കെട്ടിച്ചാലേ സമാധാനം ഉള്ളൂ എന്നുള്ള രീതി വന്ന് അച്ഛൻ്റെ അടുത്ത് അടി ഉണ്ടാക്കും. അച്ഛൻ ഒരു വഴിക്ക് എടുക്കൂല. അച്ഛൻ ഇങ്ങനെ പിന്നെ ആലോചിക്കാം അവർക്ക് കല്യാണ പ്രായം ആയില്ലെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടൊക്കെ ഒതുക്കി കൊണ്ടുപോകും. ഒരു സ്റ്റേജ് എത്തിയപ്പോ അപ്പച്ചിക്ക് സമാധാനം ഇല്ലാതെ അപ്പച്ചി എന്റെ ജാതകം അടിച്ചു മാരി കൊണ്ടുപോയിട്ട് ജോൾസിനെ കൊണ്ട് ജാതകം നോക്കിച്ചു. അപ്പോഴുണ്ടെന്ത് ഒരു ചർച്ചയില്ല ജാതകം തമ്മില്. അങ്ങനെയാണ് ആ കല്യാണം നടക്കാതെ പോയത്. മനസ്സിലായ? അയാൾക്കിപ്പോ ശരിക്കും നല്ല വിഷമമുണ്ടല്ലേ നിന്നെ കെട്ടാത്തതില്? പിന്നെ വിഷമില്ലാതിരിക്കോ? ഇത്ര സുന്ദരിയും സൽസ്വഭാവിയുമായ ഭാര്യയെ മിസ് ചെയ്തതിൽ ആർക്കെന്തായാലും വിഷമം വരൂലേ രവിയേട്ടാ? ഇല്ലേ? യോഗമില്ല, അത് തന്നെ. ഇല്ലായിരുന്നെങ്കിൽ എവിടെ ഇരിക്കേണ്ട ഞാനായിരുന്നു. അവൾ എന്നെ കളിയാക്കി. ആര്? റിങ്കി. എന്ത് കളിയാക്കി? എന്നെ ബോഡി ഷെയിം ചെയ്ത്. ബോഡി ഷെയിം? പറയാൻ പറ്റില്ല. എന്നാ പിന്നെ പറയണ്ട, നീ പോക്കോ. കാര്യം പറ. നീ എന്ത് പറഞ്ഞു? എന്തോന്ന് പറഞ്ഞു? എന്ത് പറഞ്ഞു? നിങ്ങളെന്തിനു പണിങ്ങി വന്നപ്പം? ഓ അതോ, ഞാൻ ഇവിടെ ഒന്ന് ഫുട്ബോൾ എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. എന്തോന്ന് റിങ്കി, ബോഡി ഷെയിമിങ് തന്നെയാണത്. എന്തിനാ അങ്ങനെ വിളിക്കുന്ന അവളെ? വല്ല ആവശ്യമുണ്ടോ? പോട്ടെ. നീ ഒരു കാര്യം ചെയ്യ് മക്കളെ, അവളെ സോറി പറഞ്ഞു. ഇതിനൊക്കെ സോറി പറയണോ? പിന്നെ അല്ലാതെ ഫുട്ബോൾ എന്നൊക്കെ വിളിക്കും. ഒരു അനിയത്തില്ലേ നിന്റെ? ഫുട്ബോൾ എന്ന് പറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു സാധനമല്ലേ? അതെങ്ങനെ ഉരുണ്ട് പോവാ എന്ത് ചന്തമാണ്. അതിനൊക്കെ ഇത്രയാണ് പറയാൻ ഭംഗിയുള്ള സാധനം. പക്ഷെ നീ കളിയാക്കിയല്ലേ വിളിച്ചത്? സോറി പറഞ്ഞു. പറയടി സോറി പറ. ഇപ്പൊ ഞാൻ എന്ത് സോറി പറയണം? അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ സോറി പറയാം. പറ. പിങ്കി,
ഞാൻ ഇനി നിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞ് വിളിക്കത്തേ ഇല്ല. അത് നിനക്ക് സങ്കടമായെങ്കിൽ ഞാൻ ഇനി ആ ഫുട്ബോൾ എന്നുള്ള പദം യൂസ് ചെയ്യത്തേ ഇല്ല. ഇനി അഥവാ എന്റെ വായിന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞ് വന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുന്നോ. അച്ഛാ, ഞാൻ ഇനി ഇവിടെ ഫുട്ബോൾ എന്ന് വിളിക്കത്തില്ല. അമ്മ, ഞാൻ ഇനി വിളിക്കത്തില്ല. ഇനി ഫുട്ബോൾ എന്ന് അഥവാ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ വന്നു പോയാൽ എനിക്കൊന്നും എന്തുവാ ഫുട്ബോൾ നേരത്തെ ഒരു വട്ടം വിളിച്ചായിരുന്നുള്ളൂ. പറയടി, സോറി പറഞ്ഞെങ്കിൽ മര്യാദയ്ക്ക് സോറി പറ. അമ്മ, ഞാൻ ഇവളെ ഫുട്ബോൾ എന്ന് വിളിച്ചെന്ന് പറഞ്ഞല്ലോ. ഇവളെ അതുപോലെ എനിക്കിട്ടൊരു പേര് വിളിച്ചു. ഓഹോ, എന്ത് വിളിച്ചേ? എന്ത് വിളിച്ചോളെ നീ? മുരിങ്ങാക്കോലേന്ന്. മുരിങ്ങക്കോല വിളിച്ചോളെ? മുരിങ്ങാക്കോൽ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട സാധനമാണോ അച്ഛാ? അല്ല, നല്ല അയണൊക്കെ ഉള്ളതല്ലേ അച്ഛാ. ഇനിയിപ്പോ കോല് എന്ന് വിളിച്ചതിലാണ് ഇവക്ക് ബുദ്ധിമുട്ടെങ്കിൽ കാ എന്ന് വിളിക്കാം. മുരിങ്ങക്ക. രണ്ടെണ്ണത്തിന് സോറി പറഞ്ഞേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞേ. സോറി പറയടി. എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വിളിച്ചു, അപ്പൊ ഞാൻ സോറി പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ചല്ലോ, ഇറങ്ങി പോയി വിടുന്നു. മതി. ഇവിടെ നിന്ന് കൂടുതൽ ഡയലോഗ് അടിച്ചാൽ മുരിങ്ങാക്കോലിനെ ഒടിച്ചു വിടും, ഫുട്ബോളിന്റെ കാറ്റ് കുത്തി വിടില്ലേ. അമ്മ, ഈ ഫുട്ബോളിനെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളതല്ലേ. അത് മാത്രമല്ല, ഫുട്ബോളിനെക്കാളും നല്ലൊരു പേര് വെക്കൊണ്ടല്ലോ. ഞാൻ അത് വിളിച്ചില്ലല്ലോ. അതേത് പേര്? എന്ത് പേരെന്ന്? സിലിണ്ടർ. ഇവളുടെ ക്ലാസ്സിലെ ജിക്സ വിളിക്കുന്നത് അങ്ങനെയല്ലേ, സിലിണ്ടർ എന്ന്. രണ്ടെണ്ണം വഴക്കുണ്ടാക്കാതെ നല്ല കുട്ടികളായിട്ടിരിക്കും. ഗുഡ് ഗേൾസ്. എന്താ നാനകാര്യം? എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമില്ല. വേറെ കാര്യം പറയട്ടെ മണി. കല്യാണമാകുമ്പോഴേ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കല്യാണോ? പറയട്ടെ, കാര്യം പറയട്ടു. പിള്ളേരെ അറിഞ്ഞില്ലല്ലോ. ഇടി മറ്റേ ഹരിമാമല്ലേ, ശ്രീഹരിമാമൻ, അമേരിക്കയിലുള്ള അമ്മേനെ പുറത്തിറക്കെ മാമന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചു. അപ്പൊ അവരൊക്കെ എങ്ങ് എത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. അവര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നേനെ. ഇപ്പൊ സമയമില്ല, ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് എല്ലാരും വരാനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് പോണ്ടേ. നമുക്കൊരു കാര്യം ചെയ്യാം മണി, ആഭരണം വാങ്ങിച്ചു കൊടുക്കാം. അതെന്തായാലും വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ. സ്വർണം വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമെന്ന് പറയില്ലേ, ഇവിടെ ഉള്ള ഇട്ടിട്ട് പോയാൽ മതി. അതെന്തോ പറച്ചില്ല രവിയായിട്ട്. ആ കൂടെ വല്ലപ്പോഴും ഒരിക്കൽ ഇതേപോലത്തെ വല്ല കല്യാണം, ബന്ധുക്കളുടെ കല്യാണം വരുമ്പോഴാണ് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം പിള്ളേർക്കും എനിക്കും. അപ്പൊ ഈ കല്യാണം വരുമ്പോ ഡ്രസ്സ് വാങ്ങിച്ചു വരുന്നില്ല പറഞ്ഞാൽ ശരിയാവൂല. എത്ര രൂപയാണെന്ന് അറിയുമോ, എന്ത് ചെലവാണെന്ന് അറിയുമോ? പിന്നെ ചെലവ് ഡ്രസ്സും കിട്ടാ പോരെ. എന്തോന്ന് വർത്താനം വെച്ചാ പറയണത്? ഒന്നാമത് അവരൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നേ. നമ്മൾ ഒരുമാതിരി വൃത്തികെട്ട വേഷത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ വലിയ ആൾക്കാരാണ് അവിടെ വരുന്നത്. ഈ കല്യാണത്തിന്റെ കേസിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സാധാരണ കല്യാണം ക്ഷമിക്കായിരുന്നു. ഈ കല്യാണത്തിന് എനിക്ക് അപ്പച്ചിയുടെ മുന്നിലൊക്കെ എനിക്ക് നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ പോണേ. ഞാനും എന്റെ മക്കളും ഭർത്താവും ഒക്കെ നല്ല രീതിയിലാണെന്ന് അവർ കാണണം. അതെ, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടായിരിക്കും അവരെല്ലാം ആഘോഷിക്കുന്നത്. നമ്മൾ ഒരുമാതിരി പാവാടയും ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരു ഡ്രസ് വാങ്ങിക്കും, പിന്നെ അതാണ് അലമാരിക്കാതിരി, പിന്നെ അടുത്ത വേറെ ഡ്രസ്സാണ് വാങ്ങിക്കുന്നത്. കേട്ടാ ഞാൻ തോന്നുന്നു മാസം തോറും മക്കൾക്കും ഭാര്യയ്ക്കും ഡ്രസ് വാങ്ങിച്ച് ഇറക്കുമതി ചെയ്തോണ്ട് വല്ല കല്യാണത്തിന് വരുമ്പോഴാണെങ്കിൽ കരഞ്ഞൊരു ഡ്രസ് വാങ്ങിച്ചാൽ പറ്റുമോ ഇല്ലയോ? ഡ്രസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുന്ന് ഓർഡർ ഇട്ടാ മതി. കാശ് ചെലവാക്കണം ഞാനാണ്. പിന്നെ അച്ഛനായിട്ട് ജോലിയുള്ള രവിയല്ലേ, എനിക്ക് ജോലി ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. അപ്പൊ നിങ്ങൾ ഒന്നും ഞാൻ വാങ്ങിച്ചു തരില്ലേ? ഇനിയിപ്പോ ഇതിന് വേണ്ടിട്ട് പുതിയ വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ പുതിയ ഡ്രസ് വാങ്ങിക്കണം. ഇവിടെ ഓരോ കാര്യത്തിനോട് ഓടുന്ന മനുഷ്യനെ അറിയാം. മനുഷ്യന് ഇത്രയും പിശുക്കുക. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ സാധനം അച്ഛൻ ഇങ്ങനെ പറയാറില്ലല്ലോ. ഭയങ്കര ദേഷ്യം. അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് പോണതാണല്ലോ അച്ഛനെ ഇഷ്ടം. പക്ഷെ ഇതുവരെ ഇല്ലാത്ത സ്വഭാവം എന്താ ഇത്ര ചേഞ്ച് ഓറ്? അച്ഛനെ ഇപ്പൊ കാണിച്ചിട്ട് പോയതിന്റെ പേരാണ് കോംപ്ലക്സ്. അച്ഛനെന്തോന്ന് കൂടിയ കോംപ്ലക്സ് അടിച്ചെടുക്കാം. എന്താണ് അച്ഛന് കോംപ്ലക്സ് ആണ് പമ്മ? എന്തിനു കോംപ്ലക്സ്? ചുമ്മാ എന്തിനു കോംപ്ലക്സ്? അച്ഛന് കോംപ്ലക്സ് ഒക്കെ ഇളകും. ചില കാര്യങ്ങൾ വരുമ്പോ ഇളകും. എന്തോന്ന് കാര്യം? എന്തെങ്കിലും പറഞ്ഞു ശ്രീഹരിമാമന്റെ കാര്യം. കുറച്ച് നേരം വെച്ച് ശ്രീഹരിമാമനെ പറ്റി വിഷയം ഇങ്ങനെ എടുത്തിട്ടോണ്ടേയിരിക്കുന്നു. ശ്രീഹരിമാമനെ കല്യാണം കഴിക്കാത്ത എന്ത്, ശ്രീഹരിമാമന് കല്യാണം കഴിക്കാൻ ആഗ്രഹമായിരുന്നു. അപ്പൊ കോംപ്ലക്സ് അടിച്ച് വരുന്ന കണ്ടപ്പോഴേ ഞാൻ നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ. കാര്യം സത്യായിട്ടും അല്ല, ഇത് എവിടം വരെ പോകുന്നു അറിയണമല്ലോ. ഒരു മനുഷ്യനായല്ലേ ഇത്ര കോംപ്ലക്സ് പാടില്ല. കുറച്ച് തമാശയൊക്കെ മനസ്സിലാവണം. നല്ലോണം കൊണ്ട് കേറി അച്ഛന്. അതാണ് ഇപ്പൊ നമ്മളോട് ചാടിയിട്ട് എന്തേലും ചെറിയ കാര്യം മതി എന്നറിയാലോ. ആ സ്വഭാവം ഒന്ന് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ അച്ഛന് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഫീലിങ്സ് ഇല്ല. നോക്കിക്കോ, ഞാൻ ഇതിനെ കാര്യമായിട്ടൊന്ന് പൊലിപ്പിക്കാൻ തന്നെ എന്റെ പ്ലാൻ. സിലിണ്ടറെ ഞാൻ ഇതേ ചൂടാക്കിട്ട് വെച്ചിരും. ചൂടാക്കി വെച്ചു? ചൂടാക്കി വെച്ചിരും. ബഹളം ഉണ്ടാക്കി നോക്കിയോ? അതെ,
എന്റെ കൂടെ നിൽക്കണേ. ഏ? അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്തൊന്ന് ചൂടാക്കി വെക്കാനാ? അതല്ലേ എന്തോന്ന് അച്ഛന്റെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. അച്ഛനെ നല്ല കോംപ്ലക്സ് അടിച്ചിരിക്കാണല്ലോ. ഒരു മനുഷ്യനായി ഇത്രയ്ക്ക് കോംപ്ലക്സ് പാടില്ല. വാ നമുക്ക് നോക്കിട്ട് വരാം. അയ്യോ മനസാക്ഷിയൊക്കെ കുറച്ച് മതി.